Hello everyone. അപ്പോൾ നമ്മുടെ SSLCയുടെ റിസൾട്ട് ഒക്കെ വന്നല്ലേ. അപ്പോൾ ഇത്രയും നാൾ നമ്മുടെ ടെൻഷൻ റിസൾട്ട് എന്താകും എന്ന് ആലോചിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ പേരുടെയൊക്കെ ടെൻഷൻ എന്താ, ഇനി +1 ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിക്കും എന്ന് ആലോചിച്ചിട്ടായിരിക്കും ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ. കുറേ പേർക്കൊക്കെ +1 സയൻസ് എടുത്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടാകും. പക്ഷെ പലർക്കും പേടിയാണല്ലേ. നമ്മൾ പൊതുവേ സയൻസ് ടഫാണ്, അത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല, ഭയങ്കര പാടാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ +1 സയൻസ് ടഫാണ്. അപ്പം അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് +1 സയൻസ് എടുക്കുന്നത്? ഇപ്പം നമുക്ക് മെഡിസിൻ അല്ലെ, പാരാമെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സസ് ഒക്കെ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? +1 +2 സയൻസ് എടുത്ത് പഠിക്കും അല്ലേ. അത് മാത്രമാണോ? നമുക്ക് എന്താ ഒരുപാട് വെറൈറ്റി കോഴ്സസിൽ നമുക്ക് ഡിഗ്രി ചെയ്യാൻ പറ്റും അല്ലെ. ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഈ +1 +2 സയൻസ് എടുത്ത് പഠിച്ചാൽ. അപ്പം തീർച്ചയായിട്ടും സയൻസ് പഠിക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകും. ഇനി സയൻസ് ടഫാണെന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ്സിൽ നമ്മൾ എന്താ ഏകദേശം 10ഓളം വിഷയങ്ങൾ പഠിച്ചിട്ടാണ് വരുന്നത് അല്ലേ. പക്ഷെ +1 +2ലേക്ക് വരുമ്പോൾ നമുക്ക് എത്ര വിഷയമേ പഠിക്കാനുള്ളൂ? 6 വിഷയങ്ങളെ പഠിക്കാനുള്ളൂ. പക്ഷെ എന്താ, ഓരോ വിഷയം എടുത്ത് നോക്കിയാലും അതിൽ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. കൂടുതൽ പോർഷൻസ് കവർ ചെയ്യാനുണ്ട്, കണ്ടന്റ് ഇത്തിരി കൂടുതലാണ്. അതുപോലെ ഈ +1 +2 നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പഠനമാണ്, അല്ലെങ്കിൽ കുറച്ച് ഡീപ്പ് ലേണിംഗ് ആണ്. അപ്പോൾ നമ്മൾ വെറുതെ കാണാപ്പാഠം പഠിച്ചിട്ട് എക്സാമിന് പോയിട്ട് കാര്യമില്ല. നമ്മൾ ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കേണ്ട ആവശ്യമേ ഇവിടെയുള്ളൂ. ദെൻ 8th 9th 10th നമ്മൾ പഠിച്ച കാര്യങ്ങളുടെയൊക്കെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? ഈ +1 +2 സയൻസിൽ പഠിക്കുന്നതൊക്കെ തന്നെ. പക്ഷെ നമ്മൾ SSLCയിലൊക്കെ നമ്മൾ ഇത്രയും നാളൊക്കെ ചെയ്തത് എന്താ, എക്സാമിൻ്റെ തലേന്ന് അങ്ങ് ബുക്ക് തുറക്കും അല്ലെ, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പേ ബുക്ക് തുറക്കും, എന്നിട്ട് പഠിച്ചാലും മതി, നമുക്ക് എക്സാമിന് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാം, അങ്ങനെയുള്ളൊരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ +1 +2 വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എക്സാമിൻ്റെ തലേന്നാണ് ആദ്യമായിട്ട് ബുക്ക് തുറക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം പഠിച്ച് തീരണം എന്നില്ല, നമുക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോഴാണ് എന്താ ഈ സയൻസ് ടഫാണ്, ഇത് നമ്മളെ കൊണ്ട് പഠിച്ചാൽ തീരില്ല എന്നൊക്കെയുള്ള ഒപ്പീനിയൻസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നേരത്തെ പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ +1 തുടക്കത്തിലൊക്കെ നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് അത്യാവശ്യം സിമ്പിളായിട്ടുള്ള, നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ തുടക്കം മുതലേ +2 തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടാക്കാം. ഡെയിലി കുറച്ച് നേരം എന്താ പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2 hours അല്ലെങ്കിൽ 3 hours നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാനായിട്ട് മാറ്റിവെക്കണം. ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി അങ്ങ് പഠിക്കുക. പിന്നെയോ ഒരുപാട് പോർഷൻസ് നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വീണ്ടും വായിച്ച് നോക്കുക. നമ്മൾ മനുഷ്യന്മാരാണല്ലോ, നമ്മൾക്ക് മറവി ഉണ്ടാകും, മറന്നു പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്ത് നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ എക്സാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടും ഒക്കെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ആൻസർ കീസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അതൊക്കെ എടുത്ത് എന്താണെന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് +1 +2 സയൻസ് എക്സാമൊക്കെ എന്താണ് തകർത്തെഴുതാനായിട്ട് പറ്റും. അപ്പം നമ്മളൊന്ന് പ്രീ പ്ലാൻ ചെയ്യുക, കുറച്ച് എഫേർട്ട് നമ്മുടെ ഭാഗത്തേക്ക് ഇടുക, നമ്മുടെ ഭാഗത്ത് നിന്നും ഇടുക. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റോട് കൂടി നമ്മുടെ സബ്ജക്റ്റുകളൊക്കെ പഠിക്കുക. നമുക്കൊരു ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഈ സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുന്നത്, ചുമ്മാ വീട്ടുകാർ പറയുന്നത് കൊണ്ടാണോ? നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം അല്ലേ, ആ സബ്ജക്റ്റിനോട് ഒരു പാഷൻ വേണം. ഒന്ന് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ വെറുതെ കാണാപ്പാഠം പഠിക്കാതെ കോൺസെപ്റ്റ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്താ സ്മാർട്ടായിട്ട് ലേൺ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ കുറച്ച് ഹാർഡ് വർക്കും കൂടി ചെയ്യുക. അപ്പോൾ ഡ്രീം ബിഗ്. അപ്പോൾ നമ്മൾ എപ്പോഴെന്താണ് വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുക, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും സക്സസ് നമ്മളുടെ കൂടെ ആയിരിക്കും. അപ്പോൾ +1 സയൻസ് ടഫാണെന്ന് ഓർത്തിരിക്കുന്നവരൊക്കെ എന്താണ്, അത് നമ്മളെ കൊണ്ട് പഠിച്ചാൽ തീരുന്നതാണ്, അത് ടഫല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ മേക്ക് യുവർ ഡിസിഷൻസ് വൈസ്ലി.